നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ അതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ്. നാം എത്രയൊക്കെ മറ്റൊരാളെ പഴിചാരിയാലും ഓർക്കുക, നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. കാരണം മറ്റൊരാൾക്ക് എത്രയേറെ നമ്മെ സ്വാധീനിക്കാൻ കഴിയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ കാര്യം പരാജയമാകുമ്പോൾ നിങ്ങൾ പറയാറുണ്ട്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, മറ്റൊരാളുടെ പ്രേരണ കൊണ്ടാണെന്ന്. മറ്റൊരാൾക്ക് എത്രമാത്രം നിങ്ങൾ സ്വാധീനം ചെലുത്താൻ കഴിയും? നിങ്ങൾ ചെയ്യുന്ന കാര്യം അതിൽ 50% അല്ലെങ്കിൽ 60% മറ്റൊരാളുടെ സ്വാധീനമായാൽ കൂടി ബാക്കി നിങ്ങളുടെ അറിവോടുകൂടിയല്ലേ? നിങ്ങളുടെ അറിവോടുകൂടി അല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പങ്കാളിത്തമില്ലാതെ ഒരു കാര്യം പോലും നിങ്ങൾക്ക് എങ്ങും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നല്ലതോ ചീത്തയോ എന്തൊക്കെയായിരുന്നാലും പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളൊരാൾ നിങ്ങളുടെ തീരുമാനം മാറ്റിയിരുന്നെങ്കിൽ അതവിടെ സംഭവിക്കില്ലായിരുന്നു. അതാദ്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങൾ മറ്റൊരാളെ പഴിചാരുമ്പോൾ ശ്രദ്ധ പൂർണ്ണമായും അയാളിലേക്ക് പോവുകയാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ നിങ്ങളെ പൂർണ്ണ സുരക്ഷിതരാക്കും. അവിടെ നിങ്ങളുടെ തെറ്റ് എന്നൊരു ചിന്ത വരില്ല. തെറ്റ് എന്നൊരു ചിന്ത വരാത്ത പക്ഷം നിങ്ങൾ നിങ്ങളെ ശരിയാക്കാൻ ശ്രമിക്കുകയുമില്ല. മറ്റൊരാളെ പഴിചാരാതെ നിങ്ങൾ നിങ്ങളെ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്കാണ് 1% തെറ്റ് പറ്റിയത് എന്നൊരു ബോധ്യം, ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവിടെ നിങ്ങളെ ശരിയാക്കാൻ ശ്രമിക്കും. അതാണ് നമുക്ക് വേണ്ടത്. മറ്റൊരാളിലേക്ക് പഴിചാരി നമുക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കടന്നു പോവുകയല്ല വേണ്ടത്. മറിച്ച് അന്തസ്സായിട്ട് ഏറ്റെടുക്കുക. കയ്യിലെ തെറ്റ് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഞാനിങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് മാറ്റം വരുത്തുന്നത്. നിങ്ങൾ ആ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും. നമുക്ക് നമ്മെ മാറ്റാൻ ആദ്യം നാം അംഗീകരിക്കുകയാണ് വേണ്ടത്. ചെറിയ ജീവിതത്തിൽ നാം നിരപരാധികളാണ് മറ്റൊരാളെ പഴിചാരിക്കൊണ്ട് നമുക്ക് എന്ത് നേടാനാണ്? അതേസമയം നാം നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ നന്നാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു സന്തോഷവും ആത്മസംതൃപ്തിയും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. എല്ലാവർക്കും സ്നേഹം.